നമസ്കാരം, ഞാൻ ഡോക്ടർ ബിനു, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, നിർമ്മല ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഗർഭകാലത്തെ പോഷണവുമായി ബന്ധപ്പെട്ട് 5 തെറ്റിദ്ധാരണകൾ നമുക്കിന്ന് മാറ്റാം. ഏറ്റവും ആദ്യത്തേത്, ഗർഭിണിയായ ഇനി 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം. ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഗർഭിണികൾക്ക് പ്രഗ്നൻസിന്റെ ആദ്യത്തെ 2-3 മാസങ്ങളിൽ യാതൊരുവിധ എക്സ്ട്രാ കാലറീസിന്റെയും ആവശ്യമില്ല. അത് കഴിഞ്ഞു വരുന്ന 3 മാസം ഒരു 350 കാലറീസ്, അതുപോലെ പ്രസവത്തോട് അടുപ്പിച്ചുള്ള 3 മാസങ്ങൾ ഒരു 500 കാലറീസ് മാത്രം കൂടുതലായി കഴിച്ചാൽ മതിയാവും. ഇതിൽ കൂടുതലായി നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊണ്ണത്തടി ഉണ്ടാവുകയും അതുമൂലം പ്രമേഹം, രക്തസമ്മർദ്ദം എന്നുള്ള കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. രണ്ടാമത്തേത്, ഗർഭിണികൾ പൈനാപ്പിൾ, പപ്പായ ഇതൊക്കെ കഴിച്ചാൽ അബോർഷൻ ഉണ്ടാകും. ഏതൊരുവിധ ഹെൽത്തി ഫുഡും മിതമായ അളവിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റും. പൈനാപ്പിൾ ഒക്കെ കൂടുതലായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേത്, കാരക്ക അഥവാ ഈന്തപ്പഴം, റാഗി ഇതൊക്കെ പ്രഗ്നൻസിന്റെ ഇനീഷ്യൽ ഡേയ്സിൽ കഴിച്ചാൽ ബ്ലീഡിങ് ഉണ്ടാകും. കാരക്കയും മുത്താറയും രണ്ടും അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അതേപോലെ മുത്താറയിൽ അയണിനോടൊപ്പം തന്നെ കാൽഷ്യം, മറ്റ് പല മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും പ്രഗ്നൻസിയിൽ അത്യുത്തമമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. പ്രത്യേകിച്ചും ഇവ പ്രഗ്നൻസിയിൽ വരുന്ന വിളർച്ചയൊക്കെ തടയാനായിട്ട് ധാരാളമായി കഴിക്കുന്നത് നല്ലതാണ്. നാലാമത്തേത്, കുങ്കുമപ്പൂ ഇട്ട് പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ നിറം വർദ്ധിക്കും. കുഞ്ഞിന്റെ നിറം, മുടി ഇവയെല്ലാം ജനിതകപരമായിട്ട് നിശ്ചയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് യാതൊരു ബന്ധവുമില്ല. അഞ്ചാമത്തേത്, ഗർഭിണികൾ കാപ്പി കുടിക്കാൻ പാടില്ല. കാപ്പിയിൽ കെഫീൻ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് ഉണ്ട്. അത് 200 മില്ലിഗ്രാംസിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കാൻ പാടില്ല. എന്നിരുന്നാലും 200 ml 2 കപ്പ് കോഫി വരെ സേഫ് ആയിട്ട് ഒരു ഗർഭിണിക്ക് ഒരു ദിവസം കഴിക്കാം. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ന്യൂട്രീഷൻ, പ്രഗ്നൻസി ഡയറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ വാസ്തവം മനസ്സിലാക്കുക. താങ്ക് യു.